ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ഭാഗം 95 പ്രവർത്തികൾ 14-ാം അധ്യായം വാക്യം 16 മുതൽ 19 വരെയുള്ള ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് പങ്കാളിത്തം വഹിച്ച 20 വിധങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചു. അവ: ഒന്ന്, ദൈവത്തെ സേവിക്കുന്നതിനുള്ള അനേക കഷ്ടങ്ങൾ. രണ്ടാമതായിട്ട്, സമൂഹത്തെ അടക്കി വാഴുന്ന പാപം നിമിത്തം ആത്മാവിൽ ചൂടുപിടിക്കുന്നു. മൂന്നാമതായിട്ട്, കണ്ണുനീരോടുകൂടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതായിട്ട്. നാലാമതായിട്ട്, രാവും പകലും കണ്ണുനീർ വാർത്തുകൊണ്ട് സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകി വേദപുസ്തക അപ്പോസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തരല്ലാതിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ സുവിശേഷത്തെ വികലമാക്കിയത് നിമിത്തം ആത്മാക്കൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള 3 വർഷം മുന്നറിയിപ്പ് നൽകി. അഞ്ചാമതായിട്ട്, പ്രിയപ്പെട്ട വിശ്വാസികളെ പിരിഞ്ഞ് പോകുന്നതിലുള്ള ദുഃഖത്തിൽ അവൻ്റെ തകർന്ന ഹൃദയത്തെപ്പറ്റി. ആറാമതായിട്ട്, പൗലൂസിൻ്റെ വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും തൻ്റെ ചർച്ചക്കാർ ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിക്കാത്തത് നിമിത്തം അവൻ ദുഃഖിക്കുന്നതായിട്ടും കാണാം. ഏഴാമതായിട്ട്, ക്രിസ്തുവിന് വേണ്ടിയുള്ള തൻ്റെ അധ്വാനങ്ങൾ നിമിത്തം തനിക്കുണ്ടായ നിരവധി പരിശോധനകളും കഷ്ടതകളെയും പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എട്ടാമതായിട്ട്, സഭയിൽ പാപത്തെ അനുവദിക്കുന്നതിൽ പൗലോസ് ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നു. ഒമ്പതാമതായിട്ട്, ക്രിസ്തുവിനെയും അവൻ്റെ സത്യസുവിശേഷത്തെയും നിരസിച്ചവർക്ക് എഴുതുമ്പോൾ പൗലോസിനുള്ള കഷ്ടവും മനോദുഃഖത്തെയും പറ്റി നാം ധ്യാനിച്ചു. പത്താമതായിട്ട്, ലോകത്തിൻ്റെ ഭാരത്തിൽ നിന്നും പാപത്തിൽ നിന്നും സ്വതന്ത്രനായി ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനുള്ള തൻ്റെ ആഗ്രഹവും ഞരക്കവും വലിയ ഭാരത്തെപ്പറ്റിയും ധ്യാനിച്ചു. 11-ാമതായിട്ട്, സഭയുടെ ധാർമ്മികവും ഉപദേശപരവുമായ വിശുദ്ധിയോടുള്ള തൻ്റെ പ്രതിബദ്ധത നിമിത്തം എല്ലാ വിധത്തിലുമുള്ള കഷ്ടം അവനുണ്ടായി എന്ന് നാം കണ്ടു. 12-ാമതായിട്ട്, സകല സഭകളെയും കുറിച്ച് ദിനം തോറുമുള്ള ചിന്താഭാരമുണ്ടായിരുന്നു. 13-ആയിട്ട്, ഒരു വിശ്വാസി പാപത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴുള്ള തൻ്റെ കഠിന ദുഃഖത്തെപ്പറ്റി. 14-ാമതായിട്ട്, വെളിപ്പെടുത്തപ്പെട്ട പുതിയ നിയമവിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നവരെ ശാപഗ്രസ്തർ എന്ന് കണക്കാക്കിയത്. 15-ാമത്, കൃപയിൽ നിന്ന് വീണുപോയവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് അവൻ അനുഭവിച്ച ഈറ്റുനോവ്. 16-ാമതായിട്ട്, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നവരെക്കുറിച്ച് ഓർത്ത് കരയുന്നതായി കാണും. 17-ാമതായിട്ട്, ചിലർ വിശ്വാസത്തിൽ നിന്ന് വീണ് പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ദുഃഖവും കഷ്ടവും അനുഭവിക്കുന്നതായിട്ട് കാണും. 18-ാമതായിട്ട്, നീതിക്കും ഭക്തിക്കും വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹം നിമിത്തമുണ്ടായ പീഡയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. 19-ആയിട്ട്, ആസിയയിലെ സഹോദരന്മാർ വിട്ടുപോയതിനാൽ അവൻ്റെ ദുഃഖത്തെപ്പറ്റി അവിടെ വിവരിച്ചിട്ടുണ്ട്. 20-ാമത്, വിശ്വാസത്യാഗം സംഭവിക്കാമെന്നതിനാൽ വിശ്വാസത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിച്ചുകൊള്ളുന്നതിന് തിമോഥെയോസിനോട് ദുഃഖപൂർണമായ അപേക്ഷ. ഇപ്രകാരമുള്ള 20 വ്യത്യസ്തമായ വേദനാജനകമായ അവസ്ഥ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായത് നാം ധ്യാനിച്ചു കഴിഞ്ഞ ഭാഗത്ത്. ഇന്ന് ഭാഗം 96 പ്രവൃത്തികൾ 14-ാം അധ്യായം 20-ാം വാക്യം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്ന് പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദെർബയ്ക്ക് പോയി. ഇതാണ് 20-ാം വാക്യം. കല്ലേറിനാൽ പൗലോസ് മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തെ പട്ടണത്തിന് പുറത്ത് ജനം വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ പൗലോസിൻ്റെ ശിഷ്യഗണം അദ്ദേഹത്തെ ചുറ്റി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് തിരികെ പട്ടണത്തിലേക്ക് ചെന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ച് പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവീയ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ലായകയാൽ ദൈവം അദ്ദേഹത്തിന് പുതുജീവൻ നൽകി ശക്തിപ്പെടുത്തി തിരികെ പട്ടണത്തിലെത്തുവാൻ പ്രാപ്തനാക്കി. ലുസ്രയിലുള്ള തൻ്റെ ദൈവവേല
അവിടുത്തെ അധ്വാന ഫലം നൽകി. ഇവിടെ ആദ്യം മനം തിരിഞ്ഞവൻ സൗഖ്യം പ്രാപിച്ച മുടന്തനായിരിക്കാം. കൂടാതെ തിമോഥെയോസ്, ലോവീസും യൂനീസും അവരുടെ കൂട്ടത്തിൽപ്പെടും. 1 തിമോഥെയോസ് 1:2 പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. 2 തിമോഥെയോസ് 3:11 വായിക്കുന്നു, അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലൂസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിന് എല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. 2 തിമോഥെയോസ് 1:5 നാം നോക്കുമ്പോൾ, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കായാലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കൂടാതെ മറ്റനേകർ മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് ആ കാലഘട്ടത്തിൽ വന്ന് കാണാം. പിറ്റേ ദിവസം ബർദാസിനോടുകൂടെ ദർബയ്ക്ക് പോയി അവിടെ വരെ എത്തുവാനുള്ള ബലം ദൈവം പൗലോസിന് നൽകി. ജാതികളുടെ ഇടയിൽ ഒരു മാതൃകാ സുവിശേഷ പ്രസംഗം ചെയ്യുക എന്നത് വളരെ പ്രാധാന്യമറിയിക്കുന്നു. കാരണം വിജാതീയരായ ഇപ്രകാരമുള്ള ജനം മിഥ്യയിൽ ആശ്രയം വെച്ച് മിഥ്യയെ ആരാധിക്കുന്നു. അവർക്ക് സത്യദൈവത്തെ കാട്ടിക്കൊടുക്കുക, അവർക്ക് പ്രകാശം നൽകുക എന്നത് അനിവാര്യമായ കാര്യമാണ്. അതിനാൽ ഒരു സുവിശേഷകൻ എപ്രകാരമുള്ള വ്യക്തികളോടാണ് സുവിശേഷം അറിയിക്കുന്നതെന്ന് അവരുടെ അറിവിൻ്റെ പരിധി എന്തെന്നും മുൻകണ്ടറിഞ്ഞിരിക്കുന്നത് ഉചിതമായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ വിജാതീയരായ ലുസ്ര നിവാസികളോട് സുവിശേഷം താഴെക്കാണപ്രകാരം വ്യക്തമായിട്ട് സംസാരിച്ചു. അത് 1, ദൈവത്തിൻ്റെ ഏകത്വം ഏകസത്യദൈവമെന്നും ജീവനുള്ള ദൈവം എന്നും മനസ്സിലാക്കി. പ്രവൃത്തികളുടെ പുസ്തകം 14:15-18 വരെയുള്ള വാക്യങ്ങളിൽ, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവുമായുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോട് തടുത്തു എന്ന് നാം വായിക്കുന്നു. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ സർവശക്തി ആകാശവും ഭൂമിയും അവരുടെ സകലവും ഉണ്ടാക്കിയ ദൈവം. പ്രവൃത്തികൾ 14:15 പറയുന്നു, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവുമായുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും. ദൈവത്തിൻ്റെ ക്ഷമയെപ്പറ്റി പ്രവൃത്തികൾ 14:16 പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. നാലാമതായിട്ട്, ദൈവത്തിൻ്റെ നന്മ ആകാശത്തുനിന്ന് മഴയും പുഷ്ടിയുള്ള കാലങ്ങളും നൽകി. പ്രവൃത്തികൾ 14:17 പറയുന്നു, എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അഞ്ചാമതായിട്ട്, ദൈവത്തിൻ്റെ ക്ഷണം ജീവനുള്ള സത്യദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് അവരെ പ്രബോധിച്ചു. പ്രവൃത്തികൾ 14:15 പറയുന്നു, പുരുഷന്മാരെ നിങ്ങൾ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവുമായുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സുവിശേഷം ആറാമതായിട്ട്, സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നു. പ്രവൃത്തികൾ 14:15 പറയുന്നു, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സഹസ്വഭാവമുള്ള മനുഷ്യരത്തെ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവുമായുള്ള സകലവും ഉണ്ടാക്കി ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പ്രകാരം പൗലോസ് അപ്പോസ്തലൻ അവരോട് ദൈവവചനം ഘോഷിച്ചു. ദൈവവചനം ഘോഷിക്കപ്പെടുമ്പോൾ ജാതികളിൽ വ്യതിയാനമുണ്ടാകും, അവരുടെ മനസ്സിൽ മാറ്റമുണ്ടാകും, അവർ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ജീവിതവും ദൈവവചനം കേട്ട് നമ്മുടെ ഉള്ളങ്ങളിൽ മാറ്റമുണ്ടാകണം. നമ്മൾ ജീവനുള്ള ദൈവത്തെ സത്യത്തിൽ ആരാധിപ്പാൻ തക്കവണ്ണം പ്രാപ്തരായിത്തീരണം. ഇന്ന് നാം കാണുന്നതും നമ്മളായിരിക്കുന്നതുമൊക്കെ ആ ദൈവത്തിൻ്റെ കൃപയാലായിരിക്കും. ആ കൃപ
നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ആ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട്, വിശ്വസ്തരായിട്ട്, നീതി പാലിക്കുന്നവരായി തീരണം. അടുത്ത ഭാഗം 97 പ്രവൃത്തികൾ 14-21 വാക്യം തൊട്ട് മുന്നോട്ടുള്ള ഭാഗങ്ങളെ പറ്റി ധ്യാനിക്കുന്നതാണ്.